السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, മരണാനന്തരം എല്ലാവർക്കും കഴിച്ചുകൂട്ടേണ്ടുന്ന ബർസഖിയായ ജീവിതം, അതല്ലെങ്കിൽ ഖബർ ജീവിതം, ആ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന രക്ഷകളും അതുപോലെ തന്നെ ഭീകരമായ ശിക്ഷകളും, ഇതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഭീകരമായ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഖബർ ശിക്ഷ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം നാം അല്ലാഹുവിനോട് അതിൽ നിന്ന് രക്ഷയും കാവലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ നമസ്കാരത്തിലും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടാതിരുന്നിട്ടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖബർ ശിക്ഷയില്ല എന്ന് ഉറപ്പാണ്. എന്നിട്ടും ആ നേതാവ് ഖബറിന്റെ ഭീകരമായ ശിക്ഷയെ സംബന്ധിച്ച് ഓർക്കുകയും അതിൽ നിന്ന് രക്ഷ ചോദിക്കുവാൻ ഈ ഉമ്മത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തതിൽ നിന്ന് അതിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവുമൊക്കെ എത്രമാത്രമാണെന്ന് നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. ഖബറിലെ ശിക്ഷയ്ക്ക് ഹേതുവായിത്തീരുന്ന ഒട്ടേറെ പാപങ്ങളുണ്ട്. നാം വളരെയേറെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ഖബറിലെ ഭീകരമായ ശിക്ഷയ്ക്ക് നാം എല്ലാവരും ഇരയാകാൻ പോവുകയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ശിർക്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ കുഫറിൽ നിലകൊള്ളുന്നവർ, അതുപോലെ തന്നെ കപടന്മാർ, കാപട്യത്തിൽ നിഫാഖിൽ സ്ഥിതി ചെയ്യുന്നവർ, ഇവർക്കൊക്കെയും കഠോരമായ ശിക്ഷയാണ് ഖബറിലും നേരിടാനുള്ളത്. അതൊക്കെ പൊതുവായിട്ടുള്ള എല്ലാവർക്കുമുള്ള, അഥവാ കാഫിറുകൾക്ക്, മുശ്രിക്കുകൾക്ക്, മുനാഫിക്കുകൾക്കുള്ള കഠോരമായ ശിക്ഷയാണെങ്കിൽ അല്പമൊക്കെ ഈമാനുള്ള വിശ്വാസമുള്ള ആളുകളും ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിശ്വാസികളിൽ സംഭവിക്കുന്ന ചില പ്രത്യേക പാപങ്ങൾ, ആ പാപങ്ങളെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കാൻ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖിയാമത്ത് നാൾ വരെ അഥവാ ബർസഖിയായ ലോകത്ത് ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്ന ചില പ്രത്യേകമായ ഗൗരവമാർന്ന പാപങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അവിടുന്ന് കണ്ട ഒരു സ്വപ്നത്തിലൂടെ വിശദീകരിച്ചു തരുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊരു പതിവുണ്ടായിരുന്നു. അവിടുന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സഹാബത്ത് പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സല്ലാ സലാത്തൻ അഖ്ബല അലൈനാ ബിവജ്ഹിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് അവിടുന്ന് ചോദിക്കും, മൻ റആ മിൻകുമുൽ ലൈലത റുഅ്യാ, നിങ്ങളിൽ ആരെങ്കിലും ഇന്നലത്തെ രാത്രിയിൽ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? അങ്ങനെ സഹാബിമാരാരെങ്കിലും ഫഇൻ റആ അഹദുൻ ഖസ്സഹാ, സഹാബിമാരാരെങ്കിലും സ്വപ്നം വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവർ വിവരിച്ചു കൊടുക്കാറുണ്ട്. ഫയഖൂലു മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിൽ അതിനെ സംബന്ധിച്ചവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു പ്രവാചകന്റെ പതിവെങ്കിൽ. ഫസഅലനാ യൗമൻ, ഒരു ദിവസം റസൂലുള്ള ഞങ്ങളോട് ചോദിച്ചു, ഹൽ റആ അഹദും മിൻകും റുഅ്യാ, നിങ്ങളിൽ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? ഖുൽനാ, അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ലാ, ഇല്ല നബിയെ, ഞങ്ങളാരും ഇന്നലെ ഒരു സ്വപ്നവും കണ്ടിട്ടില്ല. ആ ഘട്ടത്തിലതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാകിന്നി റഅയ്തുൽ ലൈല, എന്നാൽ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. നിങ്ങളാരും ഇന്ന് സ്വപ്നം കണ്ടിട്ടില്ല അല്ലേ? എന്നാൽ ഞാൻ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. അതാ റജുലൈനി അതയാനി, രണ്ടാളുകളതാ എന്റെ അടുക്കലേക്ക് വരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വപ്നം വിശദീകരിക്കുകയാണ്. അതാ രണ്ടാളുകൾ എന്നെ സമീപിക്കുന്നു. ഫഅഖദാ ബിയദി, അങ്ങനെ അവർ രണ്ടാളും എന്റെ കൈപിടിക്കുന്നു. ഫഅഖ്റജാനി ഇലൽ അർദിൽ മുഖദ്ദസ, പരിശുദ്ധമായ ഒരു താഴ്വരയിലേക്ക്, ഒരു സ്ഥലത്തേക്ക് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ അതാ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ ഫഇദാ റജുലുൻ ജാലിസുൻ, ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. വറജുലുൻ ഖായിമുൻ ബിയദിഹി കല്ലൂബും മിൻ ഹദീദ്, ആ ഇരിക്കുന്ന മനുഷ്യന്റെ അതാ തൊട്ടടുത്തതാ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് കല്ലൂബും മിൻ ഹദീദിൻ, ഇരുമ്പ് കൊണ്ടുള്ള കൊടിലുണ്ട്, ചവണയുണ്ട്, ഇരുമ്പ് കൊണ്ടുള്ള കൊളുത്തുണ്ട്. അങ്ങനെ അതാ യുദ്ഖിലുഹു ഫീ ശിദ്ഖിഹി, അതാ ഇരിക്കുന്ന മനുഷ്യന്റെ അതാ ചിറിയിലേക്ക് ഇട്ടുകൊണ്ട് അതതാ പ്രവേശിപ്പിക്കുന്നു. ഹത്താ യബ്ലുഗ ഖഫാഹു, അതതാ അയാളുടെ പിരടി വരെ മുറിക്കുന്നു. ഈ കൊടില് കൊണ്ട് ഈ ചിരിയിലേക്ക് ഈ കൊടില് കടത്തിയിട്ട് അതാ അത് ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പെരടി വരെ മുറിക്കുന്നുണ്ട്. സുമ്മ യഫ്അലു ബിശിദ്ഖിഹിൽ ആഖരി മിസ്ല ദാലിക, മറ്റേ ചിരിയുടെ ഭാഗത്തും വായയുടെ മറ്റേ ഭാഗത്തും ഇങ്ങനെ ഈ കൊളുത്തിട്ട് വലിച്ചിട്ട് പിരടി വരെ വലിച്ചു കീറുന്നുണ്ട്. വയൽതഇമു ശിദ്ഖുഹു ഹദാ, ഒരു ഭാഗത്തിങ്ങനെ കീറി മുറിച്ച് അതങ്ങ് അടുത്ത ഭാഗത്തേക്ക് നീങ്ങുമ്പോഴേക്ക് അതാ ആ ഭാഗത്തെ മാംസം കൂടുകയായി. അപ്പോഴേക്ക് ഈ ഭാഗത്ത് ഈറി മുറിക്കുകയായി. അതീർന്ന് മുറിക്കുമ്പോഴേക്ക് ഈ ഭാഗത്ത് മാംസം കൂടുകയായി. ഇങ്ങനെ നിരന്തരമായി അദ്ദേഹത്തിന്റെ വായയിലേക്ക് ഇരുമ്പിന്റെ കൊടില് കടത്തിയിട്ട് കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നു, പിരടി വരെ. അതുപോലെ തന്നെ മൂക്കുദ്വാരത്തിലൂടെ ഈ കൊടിലിട്ടുകൊണ്ട് അതും പിരടി വരെ ഇറന്നു മുറിക്കുന്നു. കണ്ണിൽ ഈ കൊടില് കടത്തിയിട്ട് അതാ അതുകൊണ്ടും അദ്ദേഹത്തിന്റെ പെരടി വരെ ഇറന്നു മുറിക്കുകയാണ്. ഇങ്ങനെ നിരന്തരമായി മുറിക്കുന്നു. ആ മുറിച്ചു കഴിഞ്ഞ് അപ്പുറത്തേക്ക് മുറിക്കുമ്പോഴേക്ക് ഈ ഭാഗത്ത് മുറിവ് കൂടുന്നു, പിന്നെയും ഈ ഭാഗത്ത് മുറിക്കുന്നു. അങ്ങനെ നിരന്തരമായി വായയിലൂടെ, മൂക്കിലൂടെ, കണ്ണുകളിലൂടെ ഈ ഇരുമ്പിന്റെ കൊളുത്തിട്ട് വലിച്ച് കീറി പിളർത്തി